എൻ്റെ ആദ്യത്തെ ഹോൾ എഫക്റ്റ് മാഗ്നറ്റിക് കീബോർഡാണ് ഈ ഇരിക്കുന്നത് AS68GT. മാഗ്നറ്റിക് കീബോർഡുകൾ പുറത്തിറങ്ങിയിട്ട് കാലം കുറച്ചായെങ്കിലും ഞാൻ ഇതുവരെ അപ്ഗ്രേഡ് ചെയ്യാൻ മടിച്ചിരിക്കുകയായിരുന്നു. ഒന്നാമത്തെ കാരണം ഞാനൊരു സിംഗിൾ പ്ലെയർ ഗെയിമറാണ്. ആദ്യം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സ്റ്റിക്കേഴ്സ്, സാധാരണ മെക്കാനിക്കൽ കീബോർഡുകളിൽ നിന്ന് വ്യത്യസ്തമാണ് മാഗ്നറ്റിക് കീബോർഡുകൾ. അതിനുള്ളൊരു കാരണം കാണിച്ചു തരാം. സാധാരണ മെക്കാനിക്കൽ കീബോർഡുകളിൽ ഇവിടെ കാണുന്ന ഈ 2 പിന്നുകളുണ്ടല്ലോ, ഈ പിന്നുകൾ PCBയിൽ കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ പിന്നുകളിലൂടെ ഏതാണ് പ്രസ് ചെയ്തിരിക്കുന്നതെന്ന് PCBയിലേക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ആ നിർദ്ദേശം കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നു. എന്നാൽ അതേസമയം മാഗ്നറ്റിക് കീബോർഡിൽ അങ്ങനെ ഒരു പിന്നേ ഇല്ല. അതിനുള്ള കാരണം ഈ സ്വിച്ച് വർക്ക് ചെയ്യുന്നത് മാഗ്നറ്റും അതുപോലെ തന്നെ PCBയിലുള്ള സെൻസറും ഉപയോഗിച്ചാണ്. ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് വളരെ സ്പീഡിൽ കമ്പ്യൂട്ടറിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കീബോർഡിന് സാധിക്കും. കൂടാതെ കൂടുതൽ കാലം സ്വിച്ച് നിലനിൽക്കാനും, അതായത് സ്വിച്ചിന് കൂടുതൽ ഡ്യൂറബിലിറ്റി കിട്ടാനും അത് ഉപയോഗപ്പെടും. കൂടാതെ സ്പോർട്സ് ഗെയിമർമാരൊക്കെ ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ മാഗ്നറ്റിക് കീബോർഡുകളാണ്. അതിനുള്ള കാരണം ഇതിൽ കൂടുതൽ സജ്ജീകരണമുണ്ട്. റാപ്പിഡ് ട്രിഗർ, അതുപോലെ 8000 ഹെർട്സ് പോളിംഗ് റേറ്റ്. ഇത് ലോകത്തിലെ ആദ്യത്തെ 16,000 ഹെർട്സ് പോളിംഗ് റേറ്റ് ഉള്ള കീബോർഡാണ് എംചോസിൻ്റെ AS68GT. സൗണ്ടും കുഴപ്പമില്ല. സാധാരണ മാഗ്നറ്റിക് കീബോർഡുകളുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ കീബോർഡുകളുടെ ഒരു അക്കോസ്റ്റിക് ആക്കി കിട്ടാറില്ല. അതേസമയം ഇതിൻ്റെ ആ സുഖം ഇതിലില്ല. ബട്ട്
എൻ്റെ അഭിപ്രായത്തിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു സൗണ്ടാണ് ഈ കീബോർഡിനുള്ളത്. കൂടാതെ ഫുൾ അലുമിനിയം ബോഡിയാണ്. ട്രാൻസ്പെറൻറ്റ് കീ ക്യാപ്സ്. എൻ്റെ ആദ്യത്തെ ഫുൾ അലുമിനിയം കീബോർഡ് കൂടിയാണിത്. ഇവിടെ ഇതുപോലെ നല്ല മനോഹരമായ ഒരു RGB കൂടിയുണ്ട്. കൂടാതെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു റാപ്പിഡ് ട്രിഗർ സെറ്റിങ്സ്, അതായത് ഇതിൻ്റെ ഒരു പ്രൊഫൈലാണെന്ന് തോന്നുന്നു, അതായത് പ്രൊഫൈലാണ്, ഓരോ 3 പ്രൊഫൈലുകൾ നമുക്ക് സെലക്ട് ചെയ്ത് വയ്ക്കാം. അതിന് എംചോസിൻ്റെ ഹബിൽ ചെന്ന് നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രത്യേകത എംചോസിൻ്റെ കീബോർഡുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഒരു സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല. വെബ് ഡ്രൈവറാണ് ഈ കീബോർഡിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത കാർബൺ ഫൈബർ പ്ലേറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഫോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺലൈക്ക് മെക്കാനിക്കൽ കീബോർഡ്, ഇതിന് നമുക്ക് ട്രൈ മോഡ് കണക്ടിവിറ്റി ഉണ്ട്, വയർലെസ് ആയിട്ട് ഉപയോഗിക്കാം, 2.4 GHz ഡോങ്കിൾ ഉണ്ട്. അതുപോലുള്ള ഡോങ്കിളുകളൊന്നും ഇതിലില്ല. അതുപോലെ ബ്ലൂടൂത്തിൽ വർക്ക് ചെയ്യില്ല. കാരണം മിക്ക ഹാൾ എഫക്റ്റ് കീബോർഡുകളും വളരെ കൂടുതൽ പവർ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഈ 8000 Hz പോളിംഗ് റേറ്റും മറ്റുമൊക്കെ നേരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ USB 3.0 ഉള്ള ഒരു പോർട്ടിൽ കണ്ടില്ല. 8000 Hz അത്ര കുഴപ്പമില്ല, പക്ഷേ 16000 Hz തീർച്ചയായും USB 3 പോർട്ടിൽ തന്നെ മദർ ബോർഡിൽ കണക്ട് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അത് നേരെ വർക്ക് ചെയ്യില്ല. അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് ഇത് വയേർഡ് ഓൺലിയാണ്. ചില ഹാൾ എഫക്റ്റ് കീബോർഡുകൾ നുഫി ആണെന്ന് തോന്നുന്നു ഇറക്കിയിട്ടുണ്ട്, പക്ഷേ വില വളരെ കൂടുതലാണ് ഇതിനെ അപേക്ഷിച്ച്. സൗണ്ട് ടെസ്റ്റ്. ഞാൻ എൻ്റെ മെയിൻ കീബോർഡായി ഇനി കുറച്ച് നാളത്തേക്ക് ഈ S68 GT ഫ്രം എംചോസ് ഉപയോഗിക്കാൻ പോവുകയാണ്.